ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റവ കേക്ക് ഉണ്ടാക്കിയാലോ? ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? 1/2 കപ്പ് റവ, 1/4 കപ്പ് പഞ്ചസാര, 1 മുട്ട, 4 ഏലക്കായ, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 1 പിഞ്ച് ഉപ്പ്, 1 ടീസ്പൂൺ പാൽ. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് റവ ചേർക്കുക. ഇനി 1/4 കപ്പ് പഞ്ചസാര ചേർക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാ പൗഡറും 1 പിഞ്ച് ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി എടുത്തു വെച്ച ഏലക്ക നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ചേർക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ച ആ ഒരു മുട്ട ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പാൽ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ മിക്സ് ഇവിടെ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിൽ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ. അങ്ങനെ നമ്മളെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ 1/2 അവർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഈ മാവ് വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ കുറച്ച് ഡയമണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഇനി ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കേക്കിൻ്റെ ഓരോ പീസ് ഇട്ട് കൊടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കണ്ട് ഇത് പൊരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേവില്ല. ഇടയ്ക്കിടെ ഇതിൻ്റെ 2 സൈഡും ഒന്ന് മറിച്ചിടണം കേട്ടോ. അങ്ങനെ നമ്മളെ റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റവ കേക്കാണ്. ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങാറുള്ള റവ കേക്കിൻ്റെ അതേ ടേസ്റ്റ് ആട്ടോ ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ, നല്ല ടേസ്റ്റാണ്.